everyone, welcome to Kids Area Online, Class 5, Basic Science, Term 1. ഓണം എക്സാം ആയിരുന്നു ഇന്ന്. എക്സാം ഈസി ആയിരുന്നല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? ആൻസേഴ്സ് നോക്കാവോ? നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Teacher shows the following picture cards in the classroom and asks the children to categorize them with suitable titles. പിക്ചർ കാർഡ് കാണിച്ചിട്ട് ഈ ടൈറ്റിൽസ് ഫിൽ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നോൺ ലിവിങ് തിങ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നമുക്കറിയാം എന്താണ്? ലിവിങ് തിങ്സ്, ജീവനുള്ളവ, ജീവനില്ലാത്തവ. അപ്പോൾ ഇവിടെ ജീവനുള്ളവ. ജീവനുള്ളവ ഇതിൽ ഏതൊക്കെയാണ്? ഒന്ന് ക്രെയിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ജീവനില്ലാത്തത് എഴുതാനാണ് ബി പറയുന്നത്. അപ്പോൾ ഏതാ എഴുതുക? വാട്ടർ, സ്റ്റോൺ, ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം. ഇവിടെ വാട്ടർ എഴുതി. സി ജീവനുള്ളത് എഴുതാൻ ക്രെയിൻ, കൊക്ക് എഴുതിയിട്ടുണ്ട്. സി തവള എഴുതാം, ഫ്രോഗ്. ഡിയിൽ നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ സ്റ്റോൺ എഴുതാം. വാട്ടർ മുകളിൽ എഴുതിയതുകൊണ്ട് സ്റ്റോൺ എഴുതി. ഓക്കെ. അപ്പോൾ ഇവിടെ വാട്ടർ, സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റോൺ, വാട്ടർ. ഇവിടെ ലിവിങ് തിങ്സ്, ഫ്രോഗ്. ബി ക്വസ്റ്റ്യൻ. ഫുഡ് കാർഡ്സ് പ്രിപ്പയർഡ് ബൈ 2 children ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. 2 കുട്ടികൾ ഉണ്ടാക്കിയ പിക്ചർ കാർഡാണ്. ഒന്ന് ക്രോയാണ്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ഫുഡായിട്ട് കഴിക്കുന്നത്. ഇവിടെ ലയൺ, ക്രീച്ചർ ലയൺ, ഫുഡ്, സ്നേക്ക്, ലീവ്സ്, ഗ്രെയിൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വിച്ച് ഓൺ ഈസ് ദ കറക്റ്റ് ഫുഡ് കാർഡ്? ഇതിൽ ഈ ഒന്നാമത്തെ കുട്ടി ഉണ്ടാക്കിയ കാർഡാണോ രണ്ടാമത്തെ കുട്ടി ഉണ്ടാക്കിയ കാർഡാണോ ശരിയായത്? ഏതാണ്? കാർഡ് എ ആണ്. ലയൺ എന്ത് കഴിക്കില്ല? ലീവ്സും ഗ്രെയിൻസും ഒന്നും കഴിക്കില്ല. പ്രിപ്പയർ എ ഫുഡ് കാർഡ് ഓഫ് എനി ക്രീച്ചർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രീച്ചറിൻ്റെ ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ ക്യാറ്റ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാക്കാം? ക്യാറ്റ്, ക്രീച്ചർ, ക്യാറ്റ്. ഫുഡ് ഏതൊക്കെയാ? മിൽക്ക്, ഫിഷ്, റാറ്റ്, മീറ്റ്, ഇതൊക്കെ എഴുതാം. സ്റ്റേറ്റ്മെന്റ്. ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആൻ ഓർഗാനിസം will certainly affect the existence of a habitat. Reason. Every organism in a habitat depends upon each other for food. ഇതിൽ ഏതാണ് ശരി വരിക? പ്രസ്താവനയും ശരിയാണ്, കാരണവും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ്, റീസൺ ഈസ് കറക്റ്റ്. ഇതാണ് ശരി ഉത്തരം. രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, റീസണും ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് ഈസ് ഓൺ ദ റൈസ്. ക്യാൻസർ രോഗികൾ കൂടുകയാണ്. ഈസ് ക്യാൻസർ എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ക്യാൻസർ എന്ന് പറയുന്ന പകരുന്ന രോഗമാണോ? നോ, ക്യാൻസർ ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നൽകിയിരിക്കുന്നതിൽ കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും ഏതെന്ന് എഴുതാനാണ് പറയുന്നത്. ഇതിൽ കോളറയും ട്യൂബർക്കുലോസിസും എന്താണ്? കമ്മ്യൂണിക്കബിൾ, പകരുന്ന രോഗങ്ങളാണ്. ഇനി അൽഷിമേഴ്സും എപ്പിലെപ്സിയും എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. അപസ്മാരവും അൽഷിമേഴ്സും എന്താ? പകരത്തില്ല. കോളറയും ക്ഷയവും എന്ത് ചെയ്യും? ട്യൂബർക്കുലോസിസും പകരും. എ ചൈൽഡ് വാസ് ഡയഗ്നൈസ്ഡ് വിത്ത് ജോണ്ടിസ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഹിസ് സിബ്ലിംഗ്സ് വാസ് ഓൾസോ ഡയഗ്നൈസ്ഡ് വിത്ത് ദ സെയിം ഡിസീസ്. What is the name given to disease that spread from one person to another? Suggest precautions to be followed to prevent the spread of such diseases. അപ്പോൾ ഇവിടെ തടയാനുള്ള, ഒരു കുട്ടിക്ക് ഒരു രോഗം, ജോണ്ടിസ് രോഗം വന്നു, അത് പടർന്നു. അപ്പോൾ രോഗങ്ങൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എങ്ങനെയെല്ലാം എടുക്കാമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയെല്ലാം എടുക്കാം? ഡ്രിങ്ക് ഓൺലി ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതാം. ആൻസർ 3A or 3B. 3A അല്ലെങ്കിൽ 3B എഴുതിയാൽ മതി. I depend on a tree only for habitat, but I do not take anything from it. What type of plant I am I? ഞാൻ താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ട്രീയെ ആശ്രയിക്കുന്നത്. എനിക്ക് അതിൽ നിന്നൊന്നും വേണ്ട. അപ്പോൾ അത് ഏത് പ്ലാൻ, ഏതാ വരിക? ടോട്ടൽ പാരസൈറ്റ് ആണോ, സെമി പാരസൈറ്റ് ആണോ, എപ്പിഫൈറ്റ് ആണോ, ഹോസ്റ്റ് പ്ലാൻ ആണോ? എപ്പിഫൈറ്റ് ആണ്. ആൻസർ എപ്പിഫൈറ്റ് ആണ്. റൈറ്റ് 2 examples for total parasite plants. ടോട്ടൽ പാരസൈറ്റ് പ്ലാന്റ്സിന് എക്സാമ്പിൾ വരുന്ന കസ്കറ്റ വരുന്നുണ്ട്, റഫ്ലേഷ്യ വരുന്നുണ്ട്. കസ്ക്യൂട്ട, റഫ്ലേഷ്യ. How do total parasites and semi parasites differ in their intake of food? എങ്ങനെയാണ് ടോട്ടൽ പാരസൈറ്റ്സും സെമി പാരസൈറ്റ്സും വ്യത്യസ്തമായിരിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പൂർണ്ണപരാതങ്ങളാണ്. അവർക്ക് ഹരിതകമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ആദ്യത്തെ ഹോസ്റ്റ് പ്ലാന്റിന് അവരെന്ത് ചെയ്യും? ആശ്രയിക്കും, അല്ലേ?
ഇനി സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധപരാതങ്ങളാണ്. അവർക്ക് ഹരിതകം ഉണ്ട്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? ജലവും ലവണവും മാത്രമേ അവർ എടുത്ത് അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇവരാണെങ്കിലോ ഹോസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഫുഡിന് എടുക്കുന്നതാണ് ടോട്ടൽ പാരസൈറ്റ്സ്. ദേ ലേക്ക് ക്ലോറോഫിൽ കുറവാണ് ആൻഡ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിനും ഫുഡിനും ആഹാരത്തിനായിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെയാണ് ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക. സെമി പാരസൈറ്റ്സ് ക്ലോറോഫിൽ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രിപ്പയർ ദിയർ ഓൺ ഫുഡ്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. ബട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. പക്ഷേ മിനറൽസും വാട്ടറും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എടുക്കും. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എടുക്കും. ഇത് ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ച ഫുഡിനെ എടുക്കും. ഓക്കെ. 3B, classify the following plants in total parasites, semi parasites and epiphytes. Prepare the table. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടോട്ടൽ പാരസൈറ്റ്സ് കണ്ടെത്തി എഴുതുക. സെമി പാരസൈറ്റ്സ്, എപ്പിഫൈറ്റ്സ്. ടോട്ടൽ പാരസൈറ്റ്സ് പൂർണ്ണമായിട്ട് ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നവരാണ്. കസ്ക്യൂട്ട വരുന്നുണ്ട്, റെഫ്ലേഷ്യ വരുന്നുണ്ട്. സെമി പാരസൈറ്റ്സിൽ ഏതൊക്കെ വരും? സെമി പാരസൈറ്റ്സ് അതിൽ ലൊറാന്തസ് വരും, അതായത് ഇത്തിൾ വരും. ലൊറാന്തസ് ഇത്തിൾ വരും. പിന്നെ സാൻഡൽ വുഡ് ട്രീ, നമ്മുടെ ചന്ദന മരം വരും സെമി പാരസൈറ്റ്സിൽ. എപ്പിഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ആശ്രയിക്കാൻ വേണ്ടി മാത്രം വാൻഡ, മരവാഴ, പിന്നെ അതുപോലെ ഓർക്കിഡ്. ഇത് രണ്ടുമാണ്. ഓൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ദ ട്രീസ് ആർ നോട്ട് പാരസൈറ്റ്സ്. റൈറ്റ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. റീസൺ എന്താ? പ്ലാന്റ്സ് ലൈക്ക് വാൻഡ, എപ്പിഫൈറ്റ്സ്, grow on other trees only for shelter and sunlight to prepare their own food. They do not absorb nutrients or harm the host tree. Host tree അവരെന്ത് ചെയ്യാറില്ല? ഉപദ്രവിക്കാറില്ല. അവർ ന്യൂട്രിയൻസ് ഒന്നും അവിടെ നിന്ന് വലിച്ചെടുക്കാറില്ല. അവർ താമസിക്കാൻ വേണ്ടി മാത്രം, ഷെൽറ്ററിനും സൺലൈറ്റിനും മാത്രമാണ് അവർ ഹോസ്റ്റ് ട്രീയെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഓൾ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ട്രീസ് ആർ നോട്ട് പാരസൈറ്റ്സ്. മരത്തിൽ വളരുന്ന എല്ലാ ട്രീകളും പാരസൈറ്റ്സ് അല്ല. ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Read the news headline. The number of communicable diseases is increasing in the state. Health department is on high alert. Prepare a poster on prevention of communicable diseases. Communicable diseases prevent ചെയ്യുന്നുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു A question. B question. All microorganisms are not harmful. Do you agree with the statement? Why? എല്ലാ മൈക്രോ ഓർഗാനിസവും നമുക്ക് അപകടകരമാണോ? അപകടകരമല്ല. ഇതിനോട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം എന്താ? Many organisms are useful to humans and nature. ഒത്തിരി മൈക്രോ ഓർഗാനിസംസ് മനുഷ്യർക്കും പ്രകൃതിക്കും യൂസ്ഫുൾ ആണ്, ഉപയോഗമാണ്. ഫോർ എക്സാമ്പിൾ, ലാക്ടോബാസിലസ് ബാക്ടീരിയ ഹെൽപ്പ് കർഡിൽ മിൽക്ക് തൈരാക്കാൻ വേണ്ടി. ഈസ്റ്റ് ഹെൽപ്സ് ഇൻ ദ ഫെർമെൻറ്റേഷൻ ഫോർ മേക്കിംഗ് ബ്രെഡ്, അപ്പം. ആൻഡ് ഡീകമ്പോസേഴ്സ് ഇൻ സോയിൽ ഡീകമ്പോസ് ഓർഗാനിക് വേസ്റ്റ് ഇൻ ടു മാനോർ. ഇതിനൊക്കെ നല്ല മൈക്രോ ഓർഗാനിസമും ഉണ്ട്. അപ്പോൾ എല്ലാം എന്തല്ല? ഹാംഫുൾ അല്ല. സി ക്വസ്റ്റ്യൻ. നെയിം ഓഫ് എ ഫ്യൂ ഡിസീസസ് ആൻഡ് പാത്തജൻസ് ആർ ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് പെയർ. ഇതിൽ കറക്റ്റ് പെയർ കോളറ വൈറസ് അല്ല, COVID-19 ബാക്ടീരിയ അല്ല, ചിക്കൻ ബോക്സ് വൈറസ് അത് ശരിയാണ്, ട്യൂബർക്കുലോസിസ് ഫംഗസ് അല്ല. അപ്പോൾ ഇതിൽ ചിക്കൻ ബോക്സ് വൈറസ്, സി ഓപ്ഷനാണ് ശരി. വിച്ച് പ്രോസസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഏത് പ്രോസസ്സാണ്? ഫോട്ടോസിന്തസിസ് ആണ്. A question, photosynthesis. Sunlight, carbon dioxide, oxygen. Okay, carbon dioxide, oxygen. Photosynthesis. Exchange of gases in plants during night in given below. ഏതാണ്? which process? Respiration. A എന്താണ്? ഓക്സിജൻ ആണ്. B കാർബൺ ഡയോക്സൈഡ് ആണ്. Listen to the conversation between two children. Child 1 പറയുവാണ്, red spinach cannot make its own food because its leaves do not have green color. ഈ കുട്ടി പറയുവാണ്, ചുവന്ന ചീര സ്വന്തം ഫുഡ് ഉണ്ടാക്കില്ല, കാരണം അതിന് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്, അതിൻ്റെ ലീവ്സിന് ഗ്രീൻ കളർ അല്ലാത്തത് കൊണ്ട്. പക്ഷെ ചൈൽഡ് 2 പറയുകയാണ്, ഇറ്റ് ഡെഫിനറ്റ്ലി ക്യാൻ, റെഡ് സ്പിനാച്ച് ഓൾസോ മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ്. അപ്പോൾ ചൈൽഡ് 2 പറയുകയാണ്, ഉറപ്പായിട്ടും പറ്റും, റെഡ് സ്പിനാച്ചിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ചൈൽഡ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത്? വൈ. നിങ്ങളുടെ ഏത് ചൈൽഡിൻ്റെ ഒപ്പീനിയനായിട്ട് എഗ്രി ചെയ്യുന്നു അത് ആദ്യം എഴുതണം. വൈ, എന്തുകൊണ്ടെന്നും എഴുതണം. ചൈൽഡ് 2 ആണ് അല്ലേ? I agree with child 2. Reason, red spinach also contain chlorophyll needed for photosynthesis. ഫോട്ടോസിന്തസിന് ആവശ്യമായ ക്ലോറോഫിൽ റെഡ് സ്പിനാച്ചിലുണ്ട്, ചുവന്ന ചീരയിലുണ്ട്. The green color is hidden. ഗ്രീൻ കളർ ഒളിഞ്ഞിരിപ്പുണ്ട്. ബിക്കോസ് ദ ക്വാണ്ടിറ്റി ഓഫ് റെഡ് പിഗ്മെൻറ്റ് ഈസ് ഹയർ ദാൻ ക്ലോറോഫിൽ. ക്ലോറോഫിലിനേക്കാളും കൂടുതൽ റെഡ് പിഗ്മെൻറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ.
Therefore, red spinach can prepare its own food. അതുകൊണ്ട് റെഡ് സ്പിനാച്ച് എന്ത് ചെയ്യുന്നു? സ്വന്തം ഫുഡ് ഉണ്ടാക്കുന്നു. 6A or 6B എഴുതിയാൽ മതി. 6A, complete the table containing different diseases and their vectors. ഡിസീസസും വെക്ടേഴ്സും. ഡെങ്കി ഫീവർ ആരാണ് കൊണ്ടുവരുന്നത്? മൊസ്കിറ്റോ ആണ്. ഡെങ്കി ഫീവർ മൊസ്കിറ്റോ. ഹൗസ് ഫ്ലൈ എന്തൊക്കെ കൊണ്ടുവരും? ഈച്ച കാരണം പടരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറയും ഡിസെൻട്രിയും. വയറിളക്കവും കോളറയും ഹൗസ് ഫ്ലൈ കാരണം പകരുന്നതാണ്. ഇതിലൊന്ന് എഴുതിയാൽ മതി. ലെപ്രോസി എങ്ങനെയാണ് വരിക? ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാണ്. അതിന് വെക്ടർ ഇല്ല, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാണ് ഉണ്ടാവുക. റൈറ്റ് 2 സജഷൻസ് ടു ബി പ്രസൻറ്റഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രൈ ഡേ. ഡ്രൈ ഡേ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സജഷൻസ് എന്തൊക്കെയാണ്? ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് എ വീക്ക് ടു എംപ്റ്റി സ്റ്റാഗ്നന്റ് വാട്ടർ കളക്റ്റഡ് ഇൻ കോക്കനട്ട് ഷെൽസ്, ഡിസ്കാർഡഡ് ടയേഴ്സ് ആൻഡ് കണ്ടെയ്നേഴ്സ് അറൌണ്ട് അവർ സറൗണ്ടിങ്സ്. ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുക. കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം എന്ത് ചെയ്യുക? അതിനെ ക്ലിയർ ആക്കുക. രണ്ടാമത് എന്ത് പറയാം? ഡിസ്ട്രോയിങ് മൊസ്കിറ്റോ ബ്രീഡിംഗ് സോഴ്സസ് പ്രിവെൻറ്റ്സ് ദ സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ് ലൈക്ക് ഡെങ്കി ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. ഡെങ്കി ഫീവറും ചിക്കൻ ഗുനിയയ്ക്കും കാരണമാവുന്ന മൊസ്കിറ്റോകളുടെ അത് ബ്രീഡ് ചെയ്യുന്നത് തടയുക, നശിപ്പിക്കുക. 6B, പാത്തജൻസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി ത്രൂ വെക്ടേഴ്സ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ടെറ്റനസ് എന്തിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്? ടെറ്റനസ് എന്തിലൂടെയാണ്? മുറിവുകളിലൂടെയാണ്. ത്രൂ വൂൺസ്, മുറിവുകളിലൂടെയാണ് ടെറ്റനസ് ഉണ്ടാവുക. മീസൽസ് ത്രൂ എയർ ആണ്. ടൈഫോയിഡ് എങ്ങനെ ഉണ്ടാവുക? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, മലിനമായ ആഹാരത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെയാണ് ഉണ്ടാവുക. എയ്ഡ്സ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ ടു കൺട്രോൾ വെക്ടേഴ്സ്? ഈ വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ നമുക്ക് എടുക്കാം? രോഗവാഹകരെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് എടുക്കാം എന്ന് ചോദിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഡു നോട്ട് ലെറ്റ് വാട്ടർ സ്റ്റാഗ്നേറ്റ്, എലിമിനേറ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഓഫ് മൊസ്കിറ്റോസ്, കീപ് ഫുഡ് കവേർഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ് പ്രോപ്പർലി ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഹൗസ് ഫ്ലൈസ്. വെള്ളം കെട്ടിക്കിടക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുവദിക്കാൻ പാടില്ല. പിന്നെ കൊതുക് നശീകരണം നമ്മൾ ഉറപ്പാക്കണം. ആഹാര സാധനങ്ങൾ അടച്ചു വെച്ച് ഈച്ചകൾ വന്നിരിക്കുന്നത് തടയുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ വെക്ടർ? ഇതിൽ വെക്ടർ ഏതാണ്? രോഗവാഹകൻ ഏതാണ്? വൈറസ്, ഫംഗസ്, മൊസ്കിറ്റോ, ബാക്ടീരിയ. ഏതാണ്? മൊസ്കിറ്റോയാണ് വെക്ടർ, രോഗവാഹകൻ മൊസ്കിറ്റോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ടേം 1 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.